Mama, kita mami. Ancora non vado con questo. Vai, vabbè. Good afternoon. Good afternoon, ma'am. ഇന്ന് ലീവല്ലായിരുന്നില്ലേ? ഞങ്ങളൊക്കെ ക്ലാസ് ലീവാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കലണ്ടറിൽ റെഡ് മാർക്ക് ഉള്ള ദിവസങ്ങളിലൊക്കെ ലീവ്. ക്ലാസ് ഉണ്ട്. അത് PDF ഷെയർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അതാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പൊ നമ്മൾക്ക് കുറച്ച് പേര് ഫുഡ് കഴിച്ചിട്ടില്ല. എന്തായാലും ക്ലാസ് കഴിഞ്ഞ ഉടനെ പോയിട്ട് ഫുഡ് കഴിക്കൂ കേട്ടോ, കഴിക്കാത്തവരെ. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് ഗുഡ് ലബോറട്ടറി ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ടിയിട്ടുള്ള ചില ഘടകങ്ങളെ കുറിച്ച്, ചില കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഒക്കെ വായിച്ചു നോക്കിയായിരുന്നല്ലോ? വായിച്ചോ? ഞാൻ മൈക്ക് ഓഫ് ആക്കുവാണ് കേട്ടോ.
ആ ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ പ്രസീത. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ലെവൽസ് ഓഫ് ലബോറട്ടറീസില് NABL നെ കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NABL ഫുൾ ഫോം എന്താണ്? ഒന്ന് മെസ്സേജ് ബോക്സിൽ ഇട്ടേ, കമന്റ് ചെയ്തേ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലേ. അപ്പോ മെഡിക്കൽ ലബോറട്ടറീസിനെ NABL-ന്റെ അതായത് NABL പറയുന്നതനുസരിച്ചിട്ട് 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിപ്പോ പ്രൈവറ്റ് സെക്ടറിലായാലും പബ്ലിക് സെക്ടറിലായാലും നമ്മൾ ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്താണ് അവിടെ നോക്കുന്നത് നോക്കാം. അതായത് ദിവസം വരുന്ന രോഗികളുടെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ സാമ്പിൾസിന്റെ ബേസിൽ, ഓക്കെ, ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ സാമ്പിൾസ്, ഇതിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തില് ലാബുകളെ നമുക്ക് 4 തരംതിരിക്കാം. ഒരിക്കൽ കൂടി പറയാം. മെഡിക്കൽ ലബോറട്ടറിയെ പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ വരുന്ന സാമ്പിളുകളുടെ എണ്ണത്തിനനുസരിച്ച് ലബോറട്ടറിയെ 4 ഡിവൈഡ് ചെയ്യുന്നു. അതില് ആദ്യത്തേതാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. ഓക്കെ, അപ്പൊ എന്താണ് സ്മോൾ സൈസ്ഡ് എന്ന് നോക്കാം. A laboratory that receives samples of up to 100 patients participants per day. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി അവിടെ റിസീവ് ചെയ്യുന്ന സാമ്പിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്, അപ് ടു 100 ആണ്. അതായത് 100 വരെയുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലബോറട്ടറിയെ നമ്മൾക്ക് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ 100 പേഷ്യൻസ് ആയിക്കോട്ടെ, 100 സാമ്പിൾ ആയിക്കോട്ടെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലബോറട്ടറി എന്ന് പറയുന്നത് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറഞ്ഞാല് അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ റിസീവ് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് അപ് ടു 100 വരെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. Then B, രണ്ടാമത്തെ പോയിന്റ് ആണ്
medium sized. Okay, a laboratory that receives samples of up to 101 to 400 patients participants per day. ഇനി ഒരു ലബോറട്ടറിയില് റിസീവ് ചെയ്യുന്ന സാമ്പിൾ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? 101 മുതൽ 400 വരെയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സാമ്പിളുകളുടെ എണ്ണം 101 മുതൽ 400 വരെയുള്ള സാമ്പിളുകളാണ് അവിടെ കളക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം ലബോറട്ടറികളെ നമുക്ക് മീഡിയം സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. ഓക്കെ, then next large sized ആണ് കേട്ടോ. large sized, a laboratory that receives samples of more than 401 to 1000. അതായത് ഒരു ലബോറട്ടറി എന്ന് പറയുന്നത് അവിടെ കളക്ട് ചെയ്യുന്ന സാമ്പിളുകളുടെ എണ്ണം 401 മുതൽ 1000 വരെയാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു എണ്ണമാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. 401 മുതൽ 1000 വരെയുള്ള സാമ്പിളുകൾ അവിടെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. ഓക്കെ, then next one വെരി ലാർജ് സൈസ്ഡ്. അപ്പൊ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാകും കുറച്ചും കൂടി വലുത് അല്ലെ. വെരി ലാർജ് സൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും വലുതാണ് അല്ലെ. എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. ഒരു ലബോറട്ടറി 1000-ൽ കൂടുതൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലബോറട്ടറിയെ വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോ 4 കാര്യം മനസ്സിലായല്ലോ? ഓക്കെ ആണോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. എണ്ണം ചോദിക്കും, എന്നിട്ട് ചോദിക്കും ഇത് ഏത് ലബോറട്ടറിയിൽ ഇൻക്ലൂഡ് ആകുന്നതാണെന്ന് ചോദിക്കും. അപ്പൊ സ്മോൾ സൈസ്ഡ് ഉണ്ട്, മീഡിയം സൈസ്ഡ് ഉണ്ട്, ലാർജ് സൈസ്ഡ് ഉണ്ട്, വെരി ലാർജ് സൈസ്ഡ് ഉണ്ട്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര വരെ ആകാം? സ്മോൾ സൈസ്ഡ് എത്ര വരെയാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി? അപ് ടു 100 അല്ലെ. ഇനി വെരി ലാർജ് സൈസ്ഡ് ആണെങ്കിലോ? വെരി ലാർജ് സൈസ്ഡ് മോർ ദാൻ 1000 അല്ലെ. ഓക്കെ, then മീഡിയം സൈസ്ഡ് ആണെങ്കിലോ? മീഡിയം സൈസ്ഡ് 101 to 400. ഓക്കെ, then ലാർജ് സൈസ്ഡ് ആണെങ്കിലോ? ലാർജ് സൈസ്ഡ് ആ 401 to 1000. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പഠിച്ചു അല്ലേ? ഇനി നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ലൊക്കേഷൻ. എന്താണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ? A laboratory having more than one location in the same district with the same legal identity. Okay, ഒരു ലബോറട്ടറിക്ക് ഒന്നിൽ കൂടുതൽ ലൊക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ, ലൊക്കേഷൻ മീൻസ് ബ്രാഞ്ച് ആണ് കേട്ടോ. ഓക്കെ, ബ്രാഞ്ച് ആണ് ലൊക്കേഷൻ. ഒരു ലബോറട്ടറിക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഒരേ ജില്ലയിൽ ഉണ്ടെങ്കിൽ അതും സെയിം ആയിട്ട് ഉള്ള ലീഗൽ ഐഡന്റിറ്റിയോട് കൂടി, അതായത് നിയമപരമായിട്ടുള്ള അംഗീകാരത്തോട് കൂടിയിട്ട് ഒരു ജില്ലയിൽ ഒരു ലബോറട്ടറിക്ക് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ളൊരു ലബോറട്ടറി, ആ ലബോറട്ടറിക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ട്, ലീഗൽ ഐഡന്റിറ്റിയോട് കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത്തരം ലബോറട്ടറികളെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഏത് ലബോറട്ടറി എടുക്കാം? ലീഗൽ ഐഡന്റിറ്റിയോട് കൂടിയിട്ട് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളിൽ ഒരേ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. DDRCയുടെ ലബോറട്ടറി എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ലേ മൾട്ടിപ്പിൾ ലൊക്കേഷന്? DDRC കേട്ടിട്ടുണ്ടോ? ഓക്കെ,
ഓക്കെ, കുറേയധികം ലബോറട്ടറികളുടെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെസ്റ്റ് ആയിട്ട് പറയാനായിട്ട് DDRCന്റെ ലാബുകള് മൾട്ടിപ്പിൾ ലൊക്കേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്തെടുക്കാനായിട്ട് പോകുന്നത് എക്യുപ്മെന്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ, എല്ലാ പോയിന്റ്സുകളും വായിച്ചോളൂ കേട്ടോ. എക്യുപ്മെന്റ് എല്ലാ പോയിന്റുകളും വായിക്കുക, എന്നിട്ട് തമ്പ് ചെയ്യുക വായിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉപകരണങ്ങളാണ് അല്ലേ? ഓക്കെ. Each laboratory should arrange a list of equipment needed for functioning of the laboratory. Depending on the kind of test performed, equipment consists of hardware and software of instruments, measuring system, and laboratory information system. ഓരോ ലബോറട്ടറിയും എന്ത് ചെയ്യണം? അവിടെ ചെയ്യുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തില് ആ ലബോറട്ടറി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റുകൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഒരു വലിയ ലബോറട്ടറി ആണെങ്കിൽ ആ വലിയ ലബോറട്ടറി പ്രവർത്തിക്കാനായിട്ട് വലിയ എക്യുപ്മെന്റുകളും മറ്റും അത്യാധുനിക സൗകര്യങ്ങളൊക്കെയാണ് അവിടെ വേണ്ടത്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ചെറിയ ലബോറട്ടറി പ്രവർത്തിക്കുന്നത്. ഓക്കെ, വലിയ ലബോറട്ടറിയിലും ചെറിയ ലബോറട്ടറിയിലും ചെയ്യുന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിലും അതിന്റെ എന്താ പറയാ എല്ലാത്തിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വേരിയേഷൻസ് വരാം അല്ലെ?
ഒരു ചെറിയ ലബോറട്ടറി ചെയ്യുന്ന ടെസ്റ്റുകൾ അതിനേക്കാളും കൂടുതൽ ടെസ്റ്റുകൾ വലിയ ലബോറട്ടറി ചെയ്യും. അപ്പോ നമ്മൾ ഏത് ടെസ്റ്റുകളാണോ ചെയ്യുന്നത്, എത്ര വലിയ ടെസ്റ്റ് ആണോ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റുകള് ലബോറട്ടറിയിൽ പ്രവർത്തിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വരാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണന്റ്, അത് നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പറ്റുമോ? അതൊരു സിസ്റ്റത്തിലുള്ളതാണ് അല്ലെ, വിവരങ്ങളാണ്. ആണോ? ആ, ഓക്കെ. അപ്പൊ ഒരു ലബോറട്ടറിയിലെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഷറിംഗ് സിസ്റ്റം ഉണ്ട് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം എക്യുപ്മെന്റുകളിൽ ടെസ്റ്റ് ട്യൂബ് പോലുള്ള കാര്യങ്ങള്, പിന്നെ ഓട്ടോക്ലേവ് അല്ലെ, അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ എക്യുപ്മെന്റിൽ മെഷറിംഗ് സിസ്റ്റത്തിൽ വരാം. പിന്നെ അതുപോലെ തന്നെ എന്നെ കാണാൻ പറ്റുന്നില്ലേ ആഷിക്ക്? പിന്നെ അതുപോലെ തന്നെ ഒരു ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ട്. ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് LIS, LIMS പോലുള്ള ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റങ്ങൾ ഉണ്ട്. അത് നമ്മള് മൊഡ്യൂൾ 4 വിശദമായിട്ട് പഠിക്കും അതിനെ കുറിച്ച്. അപ്പോ ഈ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങള് നമ്മൾ സിസ്റ്റം വഴി അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ലാബിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ട്? കമ്പ്യൂട്ടറിൽ നോക്കുക അല്ലെ, ചെയ്യാറുണ്ടോ? അപ്പൊ അങ്ങനെയല്ലേ ചെയ്യുന്നേ? അല്ലെങ്കിൽ നേരെ ലാബിലേക്ക് ഓടിപ്പോവോ? എന്താ ചെയ്യുന്നേ? കമ്പ്യൂട്ടറിൽ നോക്കും, എന്നിട്ട് ബിൽ നമ്പർ അടിച്ചു കൊടുക്കും അല്ലെ. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വിവരങ്ങൾ, അതായത് നമ്മുടെ ടെസ്റ്റുകൾ അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ടെസ്റ്റുകള് ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റുകൾ ഇപ്പോഴും പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്? ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ LIS ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഓക്കെ. അപ്പോ ഒരു ടെസ്റ്റ് നമ്മൾ സാമ്പിള് കൊടുത്തത് മുതൽ സാമ്പിള് കൊടുത്ത് നമുക്ക് ഫൈനൽ റിസൾട്ട് നമ്മുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് ആയിട്ട് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ LIS അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ LIS വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസും ലബോറട്ടറിയിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ട്രാക്ക് ചെയ്യുന്നതിനായിട്ടാണ്, അതുപോലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? LIS എന്ന് പറയുന്ന ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇത്തരത്തില് പല രീതിയിലുള്ള ഫങ്ഷൻസ് എവിടെ നടക്കുന്നുണ്ട്? ഈ ഒരു ലബോറട്ടറിയിൽ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഫസ്റ്റ് പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. ആദ്യം പറയുന്ന കാര്യം ലബോറട്ടറിയുടെ ഡിസൈൻ എന്താണോ, അതിന്റെ കപ്പാസിറ്റി എന്താണോ, അതിന്റെ ആവശ്യകത എന്താണോ, അതിനനുസരിച്ചിട്ട് വേണം എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെറിയ ലബോറട്ടറി ഒരിക്കലും വലിയ എക്യുപ്മെന്റുകളെ ചൂസ് ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും അത് ചൂസ് ചെയ്യാത്ത? വോയിസ് സ്റ്റക്ക് ആവുന്നോ? ശ്രുതിക്ക് മാത്രമാണോ? ശ്രുതി അല്ല, തസ്നിയാണ് അല്ലെ? തസ്നിക്ക് മാത്രമാണോ സ്റ്റക്ക് ആവുന്നേ? ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യട്ടോ. ഓക്കെ. അപ്പോ എക്യുപ്മെന്റുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ലബോറട്ടറി ഒരിക്കലും വലിയ രീതിയിലുള്ള എക്യുപ്മെന്റുകളെ ചൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം?
ആ എക്യുപ്മെന്റുകളെ താങ്ങാനുള്ള കപ്പാസിറ്റി ആ ചെറിയ ലബോറട്ടറിക്ക് ഉണ്ടാവാത്തത് കൊണ്ട്, അല്ലെ, ഇല്ലാത്തത് കൊണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ? അതെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ലബോറട്ടറിയുടെ ഡിസൈൻ ആയിരിക്കില്ല ഒരു വലിയ ലബോറട്ടറിയുടെ ഡിസൈൻ. രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പോ ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞാല് അതിന്റെ ഡിസൈനും കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അതിന്റെ ആവശ്യകതകളുണ്ട്. അപ്പോ ചെറിയ ലബോറട്ടറിക്ക് വലിയ ലബോറട്ടറിയുടെ അത്ര ആവശ്യങ്ങൾ ഉണ്ടാവില്ല. കാരണം വലിയ ലബോറട്ടറിയിൽ ടെസ്റ്റുകൾ ധാരാളം ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ വേണ്ടി വന്നേക്കാം. പക്ഷെ ചെറിയ ലബോറട്ടറിയിൽ എന്ത് വേണ്ട, അത്രയും ആവശ്യങ്ങൾ ഉണ്ടാവില്ല, അത്രയും ടെസ്റ്റുകൾ അവിടെ നടത്തേണ്ടതായിട്ട് വരില്ല. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റുകൾ മാത്രം അവിടെ മതി. ഓക്കെ. അപ്പോ ഒരു ലബോറട്ടറിയുടെ ഡിസൈനും കപ്പാസിറ്റിക്കും അനുസരിച്ച് അതിന്റെ ആവശ്യകതകൾക്കനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കണം ലബോറട്ടറി തിരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് all equipment should be qualified before it is taken for clinical use. എല്ലാ എക്യുപ്മെന്റുകളും എന്ത് ചെയ്യണം? ഗുണനിലവാരം ഉള്ളതോ അല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ഗുണമേന്മയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ഇത് എപ്പോഴാ ഉറപ്പുവരുത്തണ്ടേ? അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. ഇതിന്റെ ക്ലിനിക്കൽ യൂസ് എപ്പോഴാണോ അതിനു മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? അത് ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഒരിക്കലും, അതായത് ഒരു പേഷ്യൻസിന്റെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് വെച്ചു. കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ പേരുടെ അല്ല, കുറെ അധികം ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അറിയുന്നത് എക്യുപ്മെന്റ് തകരാറിലാണെന്ന് അറിയുന്നത്. ഓക്കെ. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്നൊന്നും ആ എക്യുപ്മെന്റ് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അത്രയും പേരുടെ ബ്ലഡ് സാമ്പിൾ എന്തായി? വേസ്റ്റ് ആയില്ലേ? ആണോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ക്ലിനിക്കൽ യൂസിന് തൊട്ടു മുമ്പായിട്ട് എന്ത് ചെയ്യണം? എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ, അത് ഗുണമേന്മയുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. All equipment should be in usable condition at all times. ഒരു ലബോറട്ടറിയിലെ എല്ലാ എക്യുപ്മെന്റുകളും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. എല്ലാ സമയത്തും യൂസബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കണം അവിടെയുള്ള എല്ലാ എക്യുപ്മെന്റുകളും ഇരിക്കേണ്ടത്. ഓക്കെ. നാലാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. Regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as per the recommendation of the manufacturer or more as required. Example, with the overuse or aging of equipment. അതായത് ഈ ലബോറട്ടറിയിലുള്ള എല്ലാ തരം എക്യുപ്മെന്റുകൾക്കും റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ആവശ്യമാണ്. നമുക്കറിയാം ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആളുകളുടെ, അതായത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെയും ജീവന് തന്നെ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റുകളാണ് ലബോറട്ടറിയിൽ നടത്തുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ലബോറട്ടറിയിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ വേണം. അവിടെയുള്ള എക്യുപ്മെന്റ് ആയിക്കോട്ടെ, അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അത് ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ ഉപയോഗത്തിന് ശേഷം കറക്റ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇനി ചില കേസുകളിൽ ചില എക്യുപ്മെന്റ് മാനുഫാക്ചറർ പറയുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും മെയിൻ്റനൻസ് വരിക. അതായത് ചില എക്യുപ്മെന്റുകൾ ഉണ്ട്, അതിന് ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും.
അത് നിർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ, എക്യുപ്മെന്റ് നിർമ്മിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് മാനുഫാക്ചറർ എന്ന് പറയുന്നത്. അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആ എക്യുപ്മെന്റ് ആ ലബോറട്ടറിയിൽ ഉള്ള കാലം വരെയും ആ മാനുഫാക്ചറർ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ആ എക്യുപ്മെന്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ കൂടുതലായിട്ട് എക്യുപ്മെന്റിന് ചിലപ്പോൾ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ചില എക്യുപ്മെന്റ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന് എന്താ പറയാ, അതായത് ഓവർ യൂസ് ആവുകയോ അല്ലെങ്കിൽ ഏജ് എന്താ പറയാ പ്രോബ്ലം, അതായത് പഴകാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളുടെ കിച്ചണിൽ ധാരാളം പാത്രങ്ങളുണ്ട് അല്ലെ. ആ പാത്രങ്ങളില് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും ഇല്ലേ? പുതുതായിട്ട് മേടിക്കുമ്പോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ലേ? ഒരു മാനുവൽ ഉണ്ടാവില്ലേ? എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യരുതാത്തത്, ചെയ്യേണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാ എക്യുപ്മെന്റുകളിലും നമ്മൾ പാലിച്ചിരിക്കണം. അപ്പൊ പ്രഷർ കുക്കറൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്തൊരു മാനുവൽ ഉണ്ടാവും അല്ലെ. നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യണം, എങ്ങനെയാണ് കറക്റ്റ് അത് റിമൂവ് ചെയ്യേണ്ടത് ഉപയോഗത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ലബോറട്ടറിയിലെ എക്യുപ്മെന്റുകൾ. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അതിന് കേടുവരില്ലേ? ഇപ്പൊ നമ്മള് കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, അവര് പറയുന്ന മാനുഫാക്ചർ പറയുന്ന രീതിക്കല്ല നമ്മളത് ഉപയോഗിച്ചത്, പെട്ടെന്ന് പാത്രം കേടാകും അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ലബോറട്ടറിയിലും. മാനുഫാക്ചർ എന്താണോ പറയുന്നത് അത് അവര് പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് അത് ഒരുപാട് കാലം ആ എക്യുപ്മെന്റ് ആ ലബോറട്ടറിയില് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The next point, laboratories should maintain needful instructions for operation and maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. അതുപോലെ തന്നെ ലബോറട്ടറി, അതായത് ഒരു ലബോറട്ടറിയിലെ എക്യുപ്മെന്റിന് ഞാൻ പറഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനുള്ള SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ആ എക്യുപ്മെന്റിന്റെ അടുത്തായിട്ട് എങ്ങനെയാണ് ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള വിവരങ്ങള് ഒരു ഫോട്ടോ കോപ്പി ആയിട്ട് വെക്കണം. ഓക്കെ, ഇപ്പൊ ലബോറട്ടറിയിൽ പുതുതായിട്ട് ആരെങ്കിലും ജോലിക്ക് കയറിയെന്ന് വിചാരിക്കുക. നമ്മള് ആ ലബോറട്ടറിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, എന്തായാലും പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ, സൂപ്പർവൈസ് ചെയ്യും അല്ലെ. പക്ഷെ എന്നിരുന്നാലും പുതുതായിട്ട് ജോലിക്ക് കയറിയിട്ടുള്ള ആളുകൾക്ക് ആ എക്യുപ്മെന്റുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു പേടി ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പേടികൾ മാറ്റുന്നതിന് ഈ SOP സഹായിക്കും. കാരണം എന്താ, കറക്റ്റ് ആയിട്ട് ഈ എക്യുപ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള വിവരങ്ങള് ആ ഒരു ഫോട്ടോ കോപ്പിയില് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് നോക്കി എന്ത് ചെയ്താൽ മതി, പുതിയതായി ജോയിൻ ചെയ്ത ആള് പ്രവർത്തിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഫോട്ടോ കോപ്പി നിർബന്ധമായിട്ട് വെക്കണം എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ all equipment should undergo calibration and verification. എല്ലാ എക്യുപ്മെന്റുകളും കറക്റ്റ് സമയത്ത് വെരിഫൈ ചെയ്യണം, ഇടക്കിടക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, വെരിഫിക്കേഷൻ ഉണ്ടാവും. ലബോറട്ടറി ആണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള എക്യുപ്മെന്റുകൾ SOP മീൻസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. The next point, maintenance contracts including warranty cards, telephone numbers of personnel needs to be connected in the event of equipment malfunction should be kept safely but with the reach for the user. ഇനി മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ വാറന്റി കാർഡ് എക്യുപ്മെന്റിന്റെ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മള് ഒരു പാത്രം വാങ്ങിയെന്ന് വിചാരിക്കാം, വേണ്ട ഒരു മിക്സി വാങ്ങിയെന്ന് വിചാരിക്കാം, നിർബന്ധമായിട്ടും അതിന്റെ കൂടെ വാറന്റി കാർഡ് ഉണ്ടാകും ഇല്ലേ? ഉണ്ടാവില്ലേ?
ആ അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ ഉണ്ടാകും. അതായത് നമ്മൾ ആരുടെ അടുത്ത് നിന്നാണോ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിയത് അവരുടെ ടെലിഫോൺ നമ്പർ ഉണ്ടാവും. അത് ചിലപ്പോൾ കമ്പനിയുടേതാകാം അല്ലെങ്കിൽ ഏജൻസിയുടേതാകാം. ഇപ്പൊ ടെലിഫോൺ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? മാൽ ഫങ്ഷൻ. അതായത് നമ്മൾ മേടിച്ച സാധനത്തിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഫോൺ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തില് ഇപ്പൊ വാറന്റി കാർഡുകളായാലും അതുപോലെ തന്നെ മറ്റ് പേഴ്സണൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങള് യൂസർ എപ്പോഴാണോ യൂസർക്ക് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് എത്തിയിരിക്കണം എന്നുള്ളതാണ്. ലബോറട്ടറിയിൽ അത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ലാസ്റ്റ് വൺ, യൂസർ മാനുവൽ ഷുഡ് ബി readily available for reference. പിന്നെ എല്ലാ എക്യുപ്മെന്റിന്റെ കൂടെയും ഒരു യൂസർ മാനുവൽ ഉണ്ടാകും. പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റുമായിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ? നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മളുടെ കിച്ചണിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ ലബോറട്ടറി എക്യുപ്മെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. സെവൻത്ത് പോയിന്റോ? അതായത് എക്യുപ്മെന്റിന്റെ വാറന്റി കാർഡുകള് അതുപോലെ തന്നെ ആ ഒരു എക്യുപ്മെന്റ് എവിടെ നിന്നാണോ വാങ്ങിച്ചത് അവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ സൂക്ഷിച്ചു വെക്കാനാണ് പറയുന്നത്. ആ എക്യുപ്മെന്റിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചറിയിച്ചിട്ട് അവര് വന്ന് എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലബോറട്ടറിയുടെ ഓണർ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 21 വായിക്കാം, പേജ് നമ്പർ 22 വായിക്കാം. റീഡ് ചെയ്യാം കേട്ടോ. മനസ്സിരുത്തി വായിക്കണം. നിങ്ങൾക്ക് ആദ്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വായിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. സ്പീഡിൽ വായിച്ചു പോയിട്ട് കാര്യമില്ല, വായിച്ചു മനസ്സിലാക്കുക.
ഓക്കെ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ലബോറട്ടറിയിൽ ഫോളോ ചെയ്യുന്ന ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ്. സാമ്പിൾ ലേബലിംഗ് കേട്ടിട്ടുണ്ട്? സാമ്പിൾ ലേബലിംഗ് എങ്ങനെയാണ് ലേബൽ ചെയ്യുന്നത്? സാമ്പിള് പല രീതിയിൽ ചെയ്യാം അല്ലേ? ആണോ? ആ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, specimen should be attached with at least 2 unique identifiers, example, name, age, etc. അതായത് സ്പെസിമെൻസ് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അത് 2 യുണിക് ഐഡന്റിഫയേഴ്സുമായിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. അതായത് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ആ കളക്ട് ചെയ്യുന്ന ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഓക്കെ, ഇതിലാണോ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ആ സാമ്പിളില് പേഷ്യന്റിന്റെ പേരും വയസ്സും എഴുതിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സാമ്പിൾ ലേബലിംഗ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? പേഷ്യന്റിന്റെ പേരും വയസ്സും അറ്റാച്ച് ചെയ്തിരിക്കണം. സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഏതിലാണെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഈ 2 കാര്യങ്ങൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, specimen labeling using barcodes is an option that may decrease errors. Okay. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാല് സ്പെസിമെൻ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാർകോഡുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ഭൂരിഭാഗം ലബോറട്ടറികളിലും എന്ത് ചെയ്യാറുണ്ട്? ബാർകോഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ബാർകോഡുകൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എറേഴ്സ് ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ വരുന്ന പിശകുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കറിയില്ല, നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് സാമ്പിൾസ് തമ്മിൽ മാറിപ്പോകുന്നത്, കണ്ടിട്ടില്ലേ? അപ്പോ പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല കിട്ടുന്നത് അല്ലെ, സാമ്പിൾസ് മാറിപ്പോയി കഴിഞ്ഞാല്. അപ്പൊ അത്തരത്തിലുള്ള എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ, തെറ്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബാർകോഡുകള് സാമ്പിൾ ലേബലിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി ലേബൽ മേ ബി ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ലേബലില് എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരിക്കുക നമുക്ക് നോക്കാം. പേഷ്യന്റിന്റെ നെയിം ഉണ്ടാകും, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഏജ്, ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ ജെൻഡർ ഉണ്ടാകും, പിന്നെ പേഷ്യന്റ് ID. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പേഷ്യന്റ് ID നിർബന്ധമായിട്ടുണ്ടാവും അല്ലെ? പിന്നെ ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു വിവരം ഉണ്ടാകും. പിന്നെ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, എപ്പോഴാണ് സ്പെസിമെൻ കളക്ഷൻ എടുത്തത്, അതിന്റെ ടൈം എപ്പോഴാണ്, ഏത് സമയത്ത് എടുത്തു, ഏത് ഡേറ്റിലാണ് ആ സ്പെസിമെൻ കളക്ട് ചെയ്തത്, ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായോ? റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. മനസ്സിലായത്? ജസ്റ്റ് നീ ഒന്ന് കമന്റ് ചെയ്യാമോ? ആ, ഡോക്ടേഴ്സ് എഴുതി തരുന്ന അല്ലേ? ആ, നമുക്ക് നോക്കാം. The requisition form should be finished by the doctor, health worker requesting the test and sent together with the specimen patient to the laboratory. അതായത് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന്റെ റിക്വസിഷൻ ഫോം വേണം, അല്ലെങ്കിൽ അവര് എഴുതി തരുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലബോറട്ടറിയിൽ കാണിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യാം അല്ലെ? ഇപ്പൊ ബ്ലഡ് ഷുഗർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെൽഫായിട്ടായിരിക്കും. ഇനി വലിയ വലിയ ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് ഡോക്ടേഴ്സിന്റെ എന്ത് വേണം, ഡോക്ടേഴ്സ് എഴുതി തരണം അല്ലെ?
അവരെഴുതി തന്നാലാണ് നമ്മൾക്കത് ലബോറട്ടറിയിൽ കാണിച്ചിട്ട് ആ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, റിക്വസ്റ്റ് ഫോം തരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോ ഈ നമ്മള് ഇന്ന ലബോറട്ടറിയിൽ ചെയ്യണം എന്ന് പറയും. അവര് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന ലബോറട്ടറിയിൽ ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ആ ലബോറട്ടറിയുടെ ഒരു ഫോം നമുക്ക് തരും. ആ ലബോറട്ടറിയുടെ പേരുള്ള ഒരു ഫോം തരും. ആ ഫോമിൽ കുറേയധികം ടെസ്റ്റുകൾ ഉണ്ടാകും. ആ ടെസ്റ്റുകളില് കുറേയധികം സ്ക്വയർ രൂപത്തിലുള്ള കോളങ്ങൾ ഉണ്ടാകും. ഇപ്പോ ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ്, എന്നിട്ട് അതിന്റെ നേരെ കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ കോളംസ് ഉണ്ടാകും. അത് ഡോക്ടർ എന്ത് ചെയ്യും, അതിനകത്ത് ടിക്കിടും. എന്നിട്ട് വേണമെങ്കിൽ നമ്മുടെ പേരും ഏജും ഒക്കെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡോക്ടറുടെ ചീട്ടിനോടൊപ്പം ഈ ഫോമും കൂടി തരും. എന്നിട്ട് ഇത് ലബോറട്ടറിയിൽ കാണിച്ചാൽ മതി എന്ന് പറയും. അതിനെ നമുക്ക് എന്ത് പറയാം, റിക്വസ്റ്റ് ഫോം എന്ന് പറയാം. ഇല്ലേ? പറയാനായിട്ട് സാധിക്കില്ലേ? സാധാരണ നമ്മള് ഡോക്ടേഴ്സിന്റെ ചീട്ടിൽ എഴുതി തരുന്ന കാര്യങ്ങളും റിക്വസ്റ്റ് ഫോം ആണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ഡീറ്റെയിൽസ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത്തരത്തില് ചില ഡോക്ടേഴ്സ് അപ്പൊ അവര് പ്രത്യേകം പറയും ഇന്ന ലബോറട്ടറിയിൽ പോകണമെന്ന് പറയും കേട്ടോ. ആ ലബോറട്ടറിയിൽ ചെന്നാലാണ് അവരിത് നോക്കിയിട്ട് നമ്മള് വേറൊരു ലബോറട്ടറിയിൽ ചെന്നു എന്ന് വിചാരിക്കുക. അവര് പറയും ഇത് ഈ ലബോറട്ടറിയിലല്ല ചെയ്യേണ്ടത്, ആ ലബോറട്ടറിയിലാണെന്ന് അവർ പറയും. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ ലബോറട്ടറിയിലാണ് മിക്കവാറും ആളുകൾ പോവുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണ് പോവുക കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാ മതി. അപ്പൊ ഈ റിക്വസിഷൻ ഫോം, അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ആണ്. പിന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ചില കേസിലൊക്കെ സ്പെസിമെൻ അവിടെ നിന്ന് കളക്ട് ചെയ്യും. ചിലപ്പോൾ ഡോക്ടറിന്റെ റൂമിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ തന്നെ ചെന്ന് ചെയ്യാം, നമുക്ക് സാമ്പിൾസ് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഫോം ആണ് നമ്മൾ കാണിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ പേഷ്യൻസ് ഐഡന്റിറ്റി, അതായത് പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ വിവരങ്ങൾ വേണം. ഏജ്, അതായത് പേര്, കാര്യങ്ങള്, പിന്നെ വയസ്സ്, അതുപോലെ ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ, റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് എ സാമ്പിൾ, അതായത് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് പാത്തോളജി, അതായത് സാമ്പിളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് സാമ്പിൾ ആണ് കളക്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ബ്ലഡ് ആവാം, അല്ലെങ്കിൽ യൂറിൻ ആവാം, ടിഷ്യൂ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, എന്ത് സാമ്പിൾ ആണ് കളക്ട് ചെയ്യുന്നുള്ള വിവരങ്ങളൊക്കെ ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്ന പോയിന്റിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇത്രയും മതി നമുക്ക്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്നിട്ട് equipment പറയാമോ? equipment അതില് ഒന്ന് പറയാമോ? പോയിന്റ് ഫുള്ളും ഒന്ന് പറയാമോ? ഫുള്ള് പറയണോ? അതല്ല, ഫുള്ളല്ല, അതിൽ ആ ഒരു ലാസ്റ്റ് 2 പോയിന്റ് ഉണ്ടല്ലോ, SOPയുടെ പോയിന്റ്. അതായത് ഓരോ എക്യുപ്മെന്റും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള SOP ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്
SOP യുടെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കേണ്ടത്? ഇപ്പൊ ഹരിത ഒരു മിക്സി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഹരിതക്ക് ചിലപ്പോ മിക്സി ഉപയോഗിക്കാനായിട്ട് അറിയില്ലായിരിക്കാം. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് ഒരു മാനുവൽ ഉണ്ടാകും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് ഉണ്ടാകും. അതിനെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലബോറട്ടറിയിലും വലിയ വലിയ എക്യുപ്മെന്റുകളൊക്കെയാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുക. അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോൾ അതിന് ആ എക്യുപ്മെന്റിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ അടുത്തായിട്ട് ഒരു ഫോട്ടോ കോപ്പി നിർബന്ധമായിട്ടും വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ അടുത്ത് തന്നെയായിട്ട് ചിലപ്പോൾ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടാകും, വാളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഈ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കേണ്ടത്. ദാറ്റ് ഈസ് SOP കേട്ടോ. മനസ്സിലായോ? Yes, clear. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ ബാക്കിയെല്ലാം മനസ്സിലായോ? മാം ക്ലിയർ ആയി. കറക്റ്റ് ആയിട്ട് മാം പറഞ്ഞ ക്ലിയർ ആയി. ആർക്കും ഡൗട്ട് ഇല്ല? രണ്ടു കൂട്ടർക്കാണ് ഡൗട്ട് ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ആർക്കൊക്കെയാണെന്ന് അറിയാമോ? രണ്ടു കൂട്ടർക്ക് ഉണ്ടാവില്ല. അവോയ്ഡ് എന്നാണ് കേട്ടോ. എസ്ക്യൂ മീനിങ് അവോയ്ഡ് ആണ്. അവോയ്ഡ്, ഒഴിവാക്കുക. എല്ലാം മനസ്സിലായവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. രണ്ടാമത് ഒന്നും മനസ്സിലായിട്ടില്ലാത്തവർക്ക് ഉണ്ടാവില്ല. അതായത് ഒന്നും പിടികിട്ടിട്ടുണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല. അങ്ങനെ രണ്ടു കൂട്ടർക്കാണ് ഉണ്ടാവുക. എല്ലാം മനസ്സിലായവർക്കും ഒന്നും മനസ്സിലാവാത്തവർക്കും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് ഒന്നാമത്തെ കാറ്റഗറിയിലാണ് പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് മൺഡേ കാണാം കേട്ടോ. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you so much.